നമസ്കാരം. വലിയ കൃഷ്ണഭക്തനായിട്ടുള്ള ഒരാൾ സദാസമയവും നാരായണ നാരായണ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കുന്നവരാണ്. ആളുടെ വലിയ വിഷമകരമായ സംഗതി തീർക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഗുരു, ഞാൻ സദാസമയവും കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കുന്നയാളാണ്. സത്യധർമാദികളിൽ വിശ്വസിച്ച് അതിനെ പരിപാലിച്ചുകൊണ്ട് നന്നായി ജീവിക്കുന്നവരാണ്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവനാണ്. പക്ഷേ എനിക്കുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ദാരിദ്ര്യം, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? എന്നെ പലരും ദ്രോഹിച്ചിട്ടുണ്ട്, യാതൊരു കാരണവുമില്ലാതെ എന്നെ ദ്രോഹിക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, ദുസ്ഥിതി ഉണ്ടായിരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഇങ്ങനെ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കുന്നത്? ജപിച്ചതുകൊണ്ടൊരു ഫലവുമില്ലേ? ഈ ചോദ്യം ഈ കലിയുഗത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഭക്തരായിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ, നിരീശ്വരവാദിയാകട്ടെ, അയാൾ സത്യധർമാദികളിൽ ജീവിക്കുന്നവരാകട്ടെ, എങ്കിൽ പോലും അവനിലും ഒരിക്കൽ ഈ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് ഫലം? എനിക്കുണ്ടാകുന്നത് വളരെ മോശകരമായ അനുഭവങ്ങളാണല്ലോ. ഈ കൃഷ്ണഭക്തനും അതുതന്നെയാണ് ഗുരുനാഥനോട് ചോദിച്ചത്. ഗുരുനാഥ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഗുരുനാഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ കുഞ്ഞാ നിന്റെ പ്രശ്നം? ഇങ്ങനെ എനിക്ക് ദ്രോഹങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. പലരും എന്നെ വല്ലാതെ ദ്രോഹിക്കുന്നു. ദാരിദ്ര്യം മാറുന്നില്ല, ദുരിതങ്ങൾ വിട്ടൊഴിയുന്നില്ല, രോഗങ്ങൾ വെറുതെ എന്നെ ആക്രമിക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതവും രോഗവും ഒരു ഭാഗ്യമില്ലായ്മയൊക്കെ? എന്നെ ഗുരുനാഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, നീ ജനിച്ചിരിക്കുന്നത് ഭാരതത്തിലാണ്. മോക്ഷഭൂമിയായിട്ടാണ് ഭാരതം അറിയപ്പെടുന്നത്. നിനക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം തന്നെ അനേക കോടി ജന്മങ്ങൾക്കൊടുവിൽ പൂവായും പുഴുവായും പാറ്റയായും പൂച്ചയായും ഒക്കെ ജനിച്ച് അവസാനം മനുഷ്യനായി ജനിച്ച് ആ മനുഷ്യജന്മം തന്നെ അനേകം കഴിഞ്ഞതിന് ശേഷമാണ് നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ നീ ചോദ്യം ചോദിക്കുന്ന ഈ ജന്മത്തിലേക്ക് എത്തിയത്. നീ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിൻ്റെ തോളിൽ തന്നെ ഉണ്ട്. ഒരു സഞ്ചിത കർമ്മ സഞ്ചി. നീ കാലാകാലങ്ങളായി ചെയ്തു കൂട്ടിയ, പല ജന്മങ്ങളിലായി ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലമാണ് നിൻ്റെ തോളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഫലം നീ അനുഭവിച്ച് തീർക്കണം. തീർത്താൽ നീ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ സത്യം നിന്നിലേക്കെത്തും. നീ കൃഷ്ണനിലേക്കെത്തും. നീ അല്ലെങ്കിൽ ശിവനിലേക്കെത്തും. നീ ശിവപദം പ്രാപിക്കും, കൃഷ്ണപദം പ്രാപിക്കും, സ്വർഗാരോഹണം ഉണ്ടാകും. അതായത് പരമമായ സത്യം, പരമാത്മാവും ജീവാത്മാവ് ആകുന്ന നിൻ്റെ ഉള്ളിലെ ആ ജീവനും ഒന്നാണെന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ നിനക്ക് മോക്ഷം ലഭിക്കും. ആ മോക്ഷപദം തേടിയാണ് നിൻ്റെ യാത്ര. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകുവാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാകുമെങ്കിലും നിനക്ക് കൃഷ്ണനാകണമോ, കൃഷ്ണനിലേക്ക് എത്തണമോ, കൃഷ്ണരാജ്യത്തിലേക്ക് നിനക്ക് പ്രവേശിക്കണമോ എങ്കിൽ നീ നിൻ്റെ ഈ കർമ്മഫലങ്ങളെ അനുഭവിക്കണം. അത് നിനക്ക് ദുരിതമായിട്ട്, രോഗമായിട്ട്, ദുസ്ഥിതിയായിട്ട്, കഷ്ടപ്പാടായിട്ട്, ബുദ്ധിമുട്ടായിട്ടൊക്കെ നിനക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കണം. നിനക്ക് ഇത് പറ്റില്ലെങ്കിൽ നിനക്ക് വീണ്ടും അടുത്ത ജന്മത്തിലേക്ക് ഇതിനെയും ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ നിന്നെ ഒരാൾ ഉപദ്രവിച്ചാൽ, നിനക്കൊരാൾ ദ്രോഹമുണ്ടാക്കിയാൽ നിനക്ക് അവരോട് നന്ദിയാണ് വേണ്ടത്. കാരണം നിന്നെ അവർ സഹായിക്കുകയാണ്. നിൻ്റെ സഞ്ചിത കർമ്മഫലങ്ങളെ അയാൾ സ്വീകരിക്കുകയാണ്. നിൻ്റെ കയ്യിലിരിക്കുന്ന വിഷപാത്രത്തെ നിന്നെ ഒരാൾ വന്ന് ചീത്ത വിളിക്കുകയാണെങ്കിൽ, നീ ഏതോ ജന്മത്തിൽ ചെയ്ത ആ കർമ്മത്തിൻ്റെ ഫലമാണ് നിൻ്റെ കയ്യിലിരിക്കുന്നത്, അയാളത് സ്വീകരിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അയാളത് എരിച്ചു കളയും. അപ്പോൾ നമ്മെ ഉപദ്രവിക്കുന്നവരോട്, നമ്മെ ദ്രോഹിക്കുന്നവരോട്, നമുക്ക് ദുസ്ഥിതി ഉണ്ടാക്കുന്നവരോട്, സംഭവങ്ങളോട്, സംഘടനയാകട്ടെ, വ്യക്തിയാകട്ടെ, സംഭവമാകട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു നന്മയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ആ സമയത്ത് കൂടുതൽ ഈശ്വര ഭജനം നടത്തുകയാണ് ചെയ്യേണ്ടത്. ഈശ്വരനിൽ അവിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിൽ ഒരു പൊടി പറ്റിയാൽ നമ്മൾ ഊതിക്കളയും, ഒരു ചെളി പറ്റിയാൽ അത് കഴുകിക്കളയും. പക്ഷെ കടുത്ത ഏതെങ്കിലും കറയോ ടാറ് പോലെയുള്ള എന്തെങ്കിലും ഒന്നാണ് നമ്മുടെ ശരീരത്ത് പറ്റുന്നതെങ്കിൽ നമ്മളത് ഉരച്ച് തേച്ച് കഴിയേണ്ടി വരും. അപ്പോൾ നമ്മുടെ തൊലി പോകും, നമുക്ക് വേദനയുണ്ടാകും, രക്തമൊലിക്കും, പക്ഷേ ആ കറ അവിടെ നിന്ന് പോകും. അപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ ദേഹത്തെ ആ കറ ഉരച്ച് തേച്ച് കഴുകി കളയുമ്പോൾ നമുക്ക് അയാളോട്, ആ സംഭവത്തോട്, ആ രോഗത്തോട് നമ്മൾ വിദ്വേഷമല്ല വേണ്ടത്, വെറുപ്പല്ല തോന്നേണ്ടത്, പകയല്ല തോന്നേണ്ടത്, മറിച്ച് അവരോട് നന്ദിയാണ് തോന്നേണ്ടത്, സ്നേഹമാണ് തോന്നേണ്ടത്. ക്രിസ്തുവും കൃഷ്ണനും ഒക്കെ ചെയ്തത് തന്നെയാണ്. മറ്റുള്ളവരുടെ പാപങ്ങളെ, മറ്റുള്ള ദോഷങ്ങളെ സ്വയം ഏറ്റെടുത്ത മഹാത്മാക്കൾ
അവർ എരിച്ചു കളഞ്ഞു, അവർ സ്വയം അതിനെ സ്വീകരിച്ചു. ഇന്ന് അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള പല മഹാത്മാക്കളും ചെയ്യുന്നത് മറ്റുള്ളവരുടെ പാപങ്ങളെ സ്വീകരിച്ച് അവരുടെ ശക്തി കൊണ്ട് അതിനെ എരിച്ചു കളയുകയാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവൻ ആ പാപങ്ങളുടെ ശക്തിയാൽ അവൻ തനിയെ ഒടുങ്ങി എരിഞ്ഞ് അടങ്ങിപ്പോകും. അപ്പോൾ നമ്മെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജന്മജന്മാന്തര പാപകർമ്മഫലങ്ങളെ നാം അനുഭവിച്ചു തീർത്താലേ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് ഈശ്വര സാന്നിധ്യം സാക്ഷാത്കാരം ഉണ്ടാവൂ എന്നുള്ള പരമമായ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് ഓരോ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും കൂടുതൽ ഈശ്വരനെ വിളിക്കുക, ജപിക്കുക, ഭജിക്കുക, ദർശനം നടത്തുക, നന്നായി ജീവിക്കുക, ആരോടും പകയും വിദ്വേഷവും ഇല്ലാതെ. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്, ആ കാരണത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് എന്നുള്ള പരമമായ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രകൃതിക്കും ഈ ലോകത്തിനും ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും നന്മയുണ്ടാകുവാനുള്ള ചിന്തയും പ്രവൃത്തിയുമായി മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിത വിജയം നാളെ ഉണ്ടാകും. നമ്മുടെ ജീവിത ലക്ഷ്യമാകുന്ന ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ ഏറെ അടുക്കും. ഈശ്വരനെ സദാ ജപിക്കുക. ഇതുതന്നെയാണ് ഗുരുനാഥന് ആ കൃഷ്ണഭക്തനോടുള്ള ഉപദേശം, ആ ഗുരുനാഥന് ലോകത്തിനോടുള്ള ഉപദേശവും ഇന്നത്തെ കാലത്ത് ഇത് തന്നെയാണ്. ഈ സത്യം മനസ്സിലാക്കുന്നവന് എല്ലാവരെയും സ്നേഹിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ദ്രോഹിക്കുന്നവനാണെങ്കിലും സഹായിക്കുന്നവനാണെങ്കിലും ലോകത്തിന് കാരണമായ സംഭവമോ സത്യമോ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, അവന് എല്ലായ്പ്പോഴും അവന് സ്നേഹവും ധൈര്യവും കാരുണ്യവും മാത്രമേ കാണുകയുള്ളൂ. അത്തരത്തിലേക്ക് ലോകം മാറട്ടെ. നാരായണ നാരായണ.